അമൽ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള വിവരം നമുക്ക് ലഭിച്ചോ? അമൽ അവിടെ എത്തുമ്പോൾ എന്തൊക്കെയാണ് അവിടെ കാണുന്നത്? SK, നമ്മൾ ഈ വിവരം അറിഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ, അതായത് കസ്റ്റംസ് ക്വാർട്ടേഴ്സിൽ എത്തിയപ്പോൾ, TV സെന്ററിലുള്ള കസ്റ്റംസ് ക്വാർട്ടേഴ്സിൽ എത്തിയപ്പോൾ ഇവിടെ എല്ലാം ഈ പ്രദേശവാസികളെല്ലാം ഇവിടെ വന്ന് നിറഞ്ഞിരിക്കുകയായിരുന്നു. തങ്ങളുടെ അടുത്തുണ്ടായിരുന്ന, തങ്ങളുടെ അയൽപക്കത്തുണ്ടായിരുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ വീട്ടിലാണ് ഇത്തരത്തിലുള്ള ഒരു ദുർവിധി ഉണ്ടായിരിക്കുന്നത് എന്നറിഞ്ഞ് ഞെട്ടലോട് കൂടിയാണ് പ്രദേശവാസികളെല്ലാം ഇവിടെ എത്തിയത്. ഏതായാലും ഇപ്പോൾ ഇവിടെയെല്ലാം ദുർഗന്ധം പരന്നിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ പോലീസിന്റെ പരിശോധനകൾ നടത്തി വരികയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാകുന്നത് കസ്റ്റംസിലെ തന്നെ ഈ ഉദ്യോഗസ്ഥന്റെ സഹപ്രവർത്തകരായിരുന്നവരെല്ലാം ഈ പരിസരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഈ ഒരു വിശ്വസിക്കാനാകാത്ത ഒരു വേർപാട് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. എന്താണ് ഈ ഒരു ദുർവിധിയുടെ കാരണം, എന്താണ് ഈ ഒരു ആത്മഹത്യയുടെ കാരണം, അല്ലെങ്കിൽ ആത്മഹത്യയാണോ എന്ന കാര്യം ഉറപ്പിക്കേണ്ടത് പോലീസാണ്. അത്തരത്തിലുള്ള അന്വേഷണങ്ങളാണ് തുറന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ കുറെ ദിവസങ്ങളായിട്ട് തങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ ഓഫീസിൽ എത്താത്തതിനെ തുടർന്നാണ് ഇവിടേക്ക് വന്ന് പരിശോധിക്കുവാൻ വേണ്ടി കസ്റ്റംസ് ഓഫീസിലെ ഉദ്യോഗസ്ഥർക്ക് തോന്നുകയും അവരിവിടെ എത്തി നോക്കുമ്പോൾ ഈ വീട് അടച്ചിട്ടിരിക്കുന്ന സ്ഥിതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് അവർ ഈ വീടിന് ചുറ്റും പരിശോധനകൾ നടത്തുമ്പോഴായിരുന്നു ഈ വീടിന്റെ മുൻവശത്തായിട്ട്, അടുക്കളയോട് ചേർന്ന ഭാഗത്തായിട്ട് ഒരു മൃതദേഹം തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടത്. ഒരു സ്ത്രീയുടെ മൃതദേഹമായിരുന്നു അത്. മൃതദേഹത്തിന് ദിവസങ്ങളുടെ കാലപ്പഴക്കം ഉണ്ടായിരുന്നു. ഈ ഒരു കാലപ്പഴക്കം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അതിൽ തുടർന്നാണ് ഈ വീടിനുള്ളിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് ഇവിടെ വന്നവർക്കെല്ലാം ആശങ്കകൾ ഉണ്ടായതും വീട് തുറന്ന് അകത്ത് കടക്കാനുള്ള ശ്രമം നടത്തുകയും അപ്പോൾ തന്നെ പോലീസിന് വിവരം അറിയിക്കുകയുമായിരുന്നു. തുടർന്ന് പോലീസ് ഇവിടെ എത്തുകയും കാര്യങ്ങൾ പരിശോധിക്കുമായിരുന്നു. അപ്പോഴാണ് ഈ അമ്മയുടെ മൃതദേഹം എവിടെയെന്ന് പുറത്തുനിന്നും മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് പോലീസ് ഇന്ന് വൈകിട്ടോടു കൂടി ഇവിടെ ഫോട്ടോഗ്രാഫർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പിലായിരുന്നു. അതിനെ തുടർന്നാണ് ഫോട്ടോഗ്രാഫർ എത്തുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതിനുശേഷം മാത്രമേ ഇനി നമുക്ക് കാര്യങ്ങൾ അറിയാൻ സാധിക്കുള്ളൂ. ആയാലും ഇവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസികളെല്ലാം ഈ ഒരു വിഷയത്തിൽ അങ്ങേയറ്റം ആശങ്കയോടെ. ചേട്ടാ, എപ്പോഴാണ് ഈ വിവരം അറിഞ്ഞത്? ഞാൻ പറഞ്ഞ 8 മണി. ഇദ്ദേഹത്തെയൊക്കെ അറിയുന്നതാണോ? പരിചയം ഉണ്ടായിരുന്ന ആളാണോ? അല്ല, ഇവിടെ അങ്ങനെ കൂടുതൽ ബന്ധമൊന്നുമില്ല പുള്ളിക്ക്. അദ്ദേഹം കൂടുതൽ അയൽവക്കമായിട്ട് സംസാരം ഇല്ലായിരുന്നു അല്ലേ? പുള്ളി ഡിപ്പാർട്ട്മെന്റ് വണ്ടി വരും, പുള്ളി കയറി പോകും, കൊണ്ടുപോകും, വൈകിട്ട് തിരിച്ചു കൊണ്ടുവന്നാക്കും. ഇങ്ങോട്ടൊരു സംഭവം ഉണ്ടാകും, ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നു എന്നതിനെ കുറിച്ചൊക്കെ ഒരു, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ദുർഗന്ധം ഉണ്ടാവുകയോ അങ്ങനെയൊക്കെ തോന്നിയിരുന്നോ? ഇന്ന് അവിടെ പിള്ളേരവിടെ പന്ത് കളിച്ചുകൊണ്ടിരുന്നപ്പോ ബോളിന്റെ അകത്ത് വന്നപ്പോ എടുക്കാൻ വേണ്ടി വന്നപ്പോ സ്മെല്ലുണ്ടായി. അങ്ങനെ നോക്കുമ്പോൾ ആരോ 2 പേര് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റും. 2 പേരുണ്ടായിരുന്നു വെച്ച് ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു ഉദ്യോഗസ്ഥരെ കാണാൻ വേണ്ടി വന്നപ്പോഴാണ് ഈ മൃതദേഹം ഉള്ള വിവരം അറിഞ്ഞത്. സ്മെല്ല് കേട്ട് അവര് വന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. ഈ പ്രദേശവാസികളാണല്ലേ വന്നാണ്, ഇവർക്കാണ് കൂടുതൽ അറിയാവുന്നത്. ഇപ്പൊ അടുത്ത് വന്നുള്ളൂ. ഇവിടെ എന്തായാലും നമുക്കിപ്പോൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഈ ഒരു കാര്യം അറിഞ്ഞ് ഇവിടെ വന്നവരെല്ലാം ഈ ഉദ്യോഗസ്ഥനുമായിട്ട് വലിയ അടുപ്പം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് പൊതുവെ നമുക്കറിയാവുന്നതാണ്, ഓഫീസിൽ തന്നെയാണെങ്കിലും ആളുകളുമായി കൂടുതൽ അടുത്ത് ഇടപഴകുന്ന ഒരു ബന്ധം ഉണ്ടായിരുന്ന ഒരാളല്ല. അദ്ദേഹമാണ് ഇത്തരത്തിലുള്ള അത്യാഹിതം സംഭവിച്ചപ്പോൾ എന്താണ് ഉണ്ടായതെന്ന് അറിയാൻ വന്ന ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി. അതോടൊപ്പം തന്നെ ഇവിടുന്ന് ഒരു ദുർഗന്ധം ഉണ്ടായപ്പോൾ ഇവിടെ കളിച്ചുകൊണ്ടിരുന്ന, തൊട്ടടുത്തുണ്ടായിരുന്ന മൈതാനത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ ഈ മണം എന്താണ് എന്നറിയാൻ വേണ്ടി ഇവിടേക്ക് എത്തുകയായിരുന്നു. അപ്പോഴാണ് ഈ ഉദ്യോഗസ്ഥർ ഇവിടെയുള്ള വിവരവും അവരറിഞ്ഞത്. ഏതായാലും നമുക്ക് ഈ പ്രദേശവാസികളോട് തന്നെ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ തിരക്കാം. ചേട്ടാ, എന്തായിരുന്നു സംഭവം? എങ്ങനെയായിരുന്നു ഇത് അറിഞ്ഞത്? പ്രദേശത്തുള്ളവരെല്ലാം എങ്ങനെയാണ്? അല്ല, നമ്മളിപ്പോഴാണ് അറിഞ്ഞത്. ഒരു 7 മണിയാകുമ്പോഴാണ് അറിയണത് സംഭവം. നമുക്ക് ഇവരായിട്ട് നമ്മൾ അടുത്തുള്ള ആൾക്കാരായിട്ട് യാതൊരു ബന്ധമൊന്നുമില്ല. ആകെ ഞാനിപ്പോൾ 1 പ്രാവശ്യം 2 പ്രാവശ്യം ഇവരെ കണ്ടിട്ടുള്ളൂ. ഇപ്പോഴാണ് പറയുമ്പോഴാണ് അറിയണത് GSTയിലെ അസിസ്റ്റന്റ് കമ്മീഷണറാണ് ഇയാളെന്നൊക്കെ. ഈ ആദ്യ സമയത്തൊക്കെ 2 മൃതദേഹങ്ങൾ മാത്രമേ കണ്ടിരുന്നുള്ളൂ. എന്താണ്, ഇവർ 3 പേരായിരുന്നല്ലോ ഉണ്ടായിരുന്നത്, സഹോദരി അടക്കം അമ്മയടക്കം 3 പേരാണ് ഉണ്ടായിരുന്നത്. അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത്? അമ്മയുടെ കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞോ? ഇല്ല, അതൊക്കെ ഇപ്പോൾ അവർ തുറന്നു നോക്കിയാലേ അറിയുള്ളൂ. അവർ പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇങ്ങനെ 3 പേരുണ്ടെന്നും ഇപ്പൊ ഇവിടെ ഒരു ബോഡി കണ്ടു. ആദ്യമേ അവർ പുറകിലൊരു ബോഡി കണ്ടു എന്ന് പറയുന്നു. എവിടെയൊക്കെയാണ് ബോഡി കണ്ടത്? പുറകിലെ റൂമിൽ ഒരു ബോഡി. റൂമിൽ എന്ന് പറയുമ്പോൾ അടുക്കള ഭാഗത്താണല്ലേ? അത് ഞാൻ കണ്ടില്ല, ഞാൻ ആ വശത്തേക്ക് പോയില്ല. കണ്ട ആൾക്കാർ പറഞ്ഞത് പുറകിലൊരു ബോഡി ഉണ്ടെന്ന് പറഞ്ഞു. ഈ റൂമിന്റെ ഇവിടെ ഒരു ആണിന്റെ ബോഡി ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഒരു അമ്മയുണ്ട്. അമ്മയുടെ പറ്റിയൊരു വിവരമില്ല. അതിനിപ്പോൾ തുറന്നു നോക്കിയാൽ അതിൽ ഇൻഡോ ഉണ്ടോ എന്താ നമുക്കറിയില്ല. ഇപ്പോൾ പോലീസിനെയൊക്കെ വിവരം അറിയിച്ചത് ഈ വിജിലൻസ് കസ്റ്റംസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണോ? കസ്റ്റംസ് ഉദ്യോഗസ്ഥയാണോ? അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളാണ്? അല്ല, ഞാൻ ഇവിടുത്തെ വാർഡ് കൗൺസിലറാണ്. അതെ. ഞാൻ അറിയിച്ചപ്പോഴേക്കും പോലീസുകാർ ഇവിടെ ഓൾറെഡി എത്തിയിരുന്നു. ഇവിടുത്തെ ഉദ്യോഗസ്ഥർ തന്നെ ഇദ്ദേഹം വരാതായതുമായി ബന്ധപ്പെട്ടിട്ട് വന്ന് അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ജനലിൽ അവിടെ കൂടി കണ്ടു ഒരാളിങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ അവർക്കൊരു സംശയം തോന്നിയിട്ട് അവർ അപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയായിരുന്നു. ഈ മനീഷിന്റെ അമ്മയെക്കുറിച്ചോ സഹോദരിയെക്കുറിച്ചോ എന്തെങ്കിലും കൂടുതൽ വിവരങ്ങളുണ്ടോ? അമ്മയുടെ മൃതദേഹം ഉണ്ടോ എന്ന് ഉറപ്പാണോ? ഇവർ 3 പേരാണ് ഇവിടെ താമസിക്കുന്നത്. പക്ഷെ ഇപ്പൊ ഇവരാരെയും അങ്ങനെ പുറത്താരും അങ്ങനെ കണ്ടിട്ടില്ല. ഈ അമ്മയെ മാത്രം ഈ പ്രദേശവാസികൾ പിന്നെയും ഇടയ്ക്ക് കണ്ടിട്ടുണ്ട്. ഇവർ ഈ പ്രാർത്ഥനയെ ബന്ധപ്പെട്ടിട്ട് ഈ സിറ്റ് ഔട്ടിൽ വന്ന് ഇടയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കണം അങ്ങനെ കണ്ടിട്ടെന്നല്ലാണ്ട് ഇവരെ
പബ്ലിക്കുമായിട്ട് ഒരു കണക്ഷനും ഇല്ല ഈ ഫാമിലിക്ക്. ഇപ്പോൾ പോലീസ് ഇവിടെ വരാൻ വന്ന ഒരു സമയത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു ഇതെങ്ങനെയായിരുന്നു? ഇവിടെ എന്തെങ്കിലും നിയമ നടപടികളുമായി പോലീസ് മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു? അതോ അല്ല ഫോട്ടോഗ്രാഫർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു? എന്തായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ സമീപനം? ഇവിടെ കാരണം നമ്മൾ സ്മെല്ല് വന്ന് അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തോ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പോലെ ഉദ്യോഗസ്ഥർ, ഇരുട്ടാണ് അകം മൊത്തം. അപ്പം ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ അറിയിച്ചത് പോലീസുകാരപ്പോൾ അത് സത്യാവസ്ഥ അറിഞ്ഞിട്ടാണല്ലോ അവർക്ക് എന്തായാലും നടപടി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പോലീസുകാർ വന്നതിന് ശേഷം ആണ് ഫോട്ടോഗ്രാഫറും ബാക്കി നടപടിക്രമങ്ങളായിട്ട് മുന്നോട്ട് പോയത്. സഹോദരിയുടെ അമ്മയുടെയും പേരെന്തായിരുന്നു? ഒന്നും അറിയില്ല നമ്മൾക്ക്. അപ്പൊ അവർ തന്നെയാണോ മരിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയാം. പേരെന്തായിരുന്നു? ശകുന്തള അഗർവാൾ. ശാലിനി അഗർവാൾ വിജയ് എന്നാണ് പെങ്ങളുടെ പേര്. അയാളുടെ പേര് മനീഷ് വിജയ്. അതിപ്പോ എൻ്റെ അടുത്ത് പോലീസ് പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പ്രദേശവാസികളുമായിട്ട് അയൽപക്കവുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ലായിരുന്ന ഒരു കുടുംബമായിരുന്നു ഇവർ. അതുകൊണ്ട് തന്നെ ഇവരെ കാണാതിരുന്നതിൽ പ്രദേശവാസികൾക്ക് അത്രയൊന്നും സംശയം ഈ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഉദ്യോഗസ്ഥൻ മനീഷ് എന്ന് പറയുന്ന ഈ കസ്റ്റംസിലെ ഡെപ്യൂട്ടി കമ്മീഷണറായിട്ടുള്ള മനീഷ് കുറേ ദിവസങ്ങളായിട്ട് അവധിയിലായിരുന്നു. അവധിയുടെ കാലാവധി കഴിഞ്ഞതിന് ശേഷവും ഇയാൾ ഓഫീസിൽ തിരിച്ചെത്തിയില്ല എന്നതിലുണ്ടായ സംശയത്തെ തുടർന്നാണ് കസ്റ്റംസിലെ തന്നെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുന്നതും ഈ വീടിന് ചുറ്റും നടന്ന് പരിശോധനകൾ നടത്തുകയും ചെയ്യുന്നത്. വീട് പൂട്ടിയിട്ട നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പുറകുവശത്ത് ചെന്നപ്പോൾ, അടുക്കളയുടെ ഭാഗത്ത് ചെന്നപ്പോൾ ഒരു മൃതദേഹം തൂങ്ങിക്കിടക്കുന്ന നിലയാണ് കണ്ടത്. ആ ഒരു മൃതദേഹത്തിന് ദിവസങ്ങളുടെ കാലപ്പഴക്കം ഉണ്ടായിരുന്നു. ഈ പ്രദേശം ആകെ നമുക്കറിയാം ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ദുർഗന്ധമാണ് ഇവിടെ എല്ലാം പരന്നിരിക്കുന്നത്. ഈ ഒരു ദുർഗന്ധം കണ്ട് മനസ്സിലാക്കി അവർ തന്നെ സംശയാസ്പദമായ ഒരു സാഹചര്യം മനസ്സിലാക്കി തുടർന്ന് പോലീസിനെ വിളിക്കുന്ന ഒരു നിലയാണ് ഉണ്ടായത്. ഏതായാലും ഇതുവരെയായിട്ടും ഈ വീട് തുറന്ന് അകത്ത് കയറി പോലീസ് പരിശോധിക്കാനുള്ള കഴിഞ്ഞിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് കുറേ നിയമപരമായിട്ടുള്ള കുറേ തടസ്സങ്ങളുണ്ട് എന്നതുകൊണ്ട് തന്നെ പോലീസിന്റെ സീലെല്ലാം നമുക്കിപ്പോൾ ഇവിടെ കാണാം. ഈ വീടിനുള്ളിലേക്ക് ആരെയും കയറ്റി വിടാത്ത രീതിയിലുള്ള സീലിംഗ് എല്ലാം ഈ വീടിന് ചുറ്റും നടത്തിയിട്ടുണ്ട്. പോലീസിന് എന്തായാലും അകത്ത് കയറി പരിശോധന നടത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇവിടെ തൊട്ട് പുറത്തായിട്ട് ആംബുലൻസുകളെല്ലാം എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മൃതദേഹം നീക്കം ചെയ്യുവാനുള്ള ആളുകളടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. തുടർന്ന് നടപടികൾ എത്രയും വേഗത്തിൽ തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കസ്റ്റംസിൽ തന്നെ മുതിർന്നൊരു ഉദ്യോഗസ്ഥനാണ് മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മരണത്തെ സംബന്ധിച്ച ദുരൂഹതകളെല്ലാം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആത്മഹത്യ തന്നെയാണോ എന്ന ദുരൂഹതകൾ, അതോടൊപ്പം തന്നെ ഇതൊരു കൂട്ട ആത്മഹത്യയാണോ എന്ന വിവരങ്ങളെക്കുറിച്ചെല്ലാമുള്ള ദുരൂഹതകൾ അല്ലെങ്കിൽ കൂടുതൽ വ്യക്തതയെല്ലാം വരും മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു കാക്കനാട് TV സെന്ററിൽ അടുത്തുള്ള കസ്റ്റംസ് ക്വാർട്ടേഴ്സിൽ ഇത്തരത്തിലുള്ളൊരു ദുർവിധി സംഭവിച്ചിരിക്കുന്നു. അതിൽ അങ്ങേയറ്റം ആശങ്കയോടുകൂടിയും അമ്പരപ്പോടും കൂടിയാണ് ഇവിടുത്തെ പ്രദേശവാസികളെല്ലാം നിലനിൽക്കുന്നത്. എന്തായാലും തുടർ മണിക്കൂറുകൾ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. കസ്റ്റംസിന്റെ തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥരെല്ലാം എത്തിയിട്ടുണ്ട്. തുടർ മണിക്കൂറുകളിൽ തന്നെ കൂടുതൽ വ്യക്തത ലഭിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശകുന്തള എന്ന അമ്മയും ശാലിനി എന്ന പെങ്ങളും മനീഷ് എന്ന ഉദ്യോഗസ്ഥനുമാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പ്രദേശവാസികൾക്ക് തന്നെ എന്താണ് ഇവിടെ താമസിക്കുന്ന ആളാണോ? വീട് ഈ ഒരു ഇതിന്റെ വഴി എപ്പോഴും സഞ്ചരിക്കുന്ന ഒരാളാണോ? സഞ്ചരിക്കാൻ വല്ലപ്പോഴും വരാറുണ്ട് വഴി കൂടി. ഈ ഒരു വിഷയം അറിഞ്ഞിട്ട് ഇവിടെ കോളേജിൽ നിന്ന് വന്നാണോ? അല്ലല്ല, കോളേജിൽ വർക്ക് കഴിഞ്ഞിട്ട് വന്നാണ്. അപ്പൊ സ്മെല്ല് കണ്ടപ്പോ വന്ന് നോക്കിയതായിരുന്നു. മണം വരക്കുണ്ടായിരുന്നു. ഗ്രൗണ്ടിൽ നമ്മൾ ഫുട്ബോൾ കളിക്കുമ്പോഴൊക്കെ സ്മെല്ല് ഉണ്ടായിരുന്നു. നിങ്ങൾ അന്നേരം ഒരു സംശയം ഒന്നും തോന്നിയില്ലേ? ഇല്ല, സംശയം ഒരു വേസ്റ്റ് ഇട്ടതിന്റെ സ്മെല്ലാന്ന് വിചാരിച്ചത്. അത് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ആൾക്കാർ കൂടിയപ്പോഴാണ് അറിയണത് ഇവിടെ രണ്ടുപേരും തൂങ്ങി മരിച്ചിട്ടുണ്ട്. ഇവരൊക്കെ നേരത്തെ കണ്ട പരിചയമുണ്ടോ? ഈ വീടിന്റെ പുറത്തിറങ്ങി കണ്ട പരിചയമുണ്ടോ? ഇല്ല, വല്ലപ്പോഴൊക്കെ ഇറങ്ങുള്ളൂ എന്നാണ് കണ്ടുള്ള. കുടുംബവുമായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്ന അല്ലെങ്കിൽ ആളായിരുന്നു മനീഷ് എന്നാണ് കസ്റ്റംസിൽ തന്നെയുള്ള അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ പറയുന്നത്. കുടുംബവുമായിട്ട് വല്ലാത്ത വൈകാരികമായ ഇടയെടുപ്പുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തിയാണ് കുടുംബത്തോടൊപ്പം മരിച്ച നിലയിൽ താമസിക്കുന്ന വീട്ടിൽ വെച്ച് കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ഈ പ്രദേശവാസിയാണോ? അതെ. ഈ ഒരു വിഷയത്തെ കുറിച്ച് എപ്പോഴാണ് അറിഞ്ഞത്? ഞങ്ങളൊരു 6:30 ആയപ്പോഴാണ് അറിഞ്ഞത്. തൊട്ടടുത്ത് താമസിക്കുമ്പോഴും ഈ ഒരു കുടുംബത്തിന്റെ ഈ പുറമെ കാണാത്ത ഒരു സാഹചര്യത്തിലൊക്കെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല, ഇവര് 1.5 കൊല്ലം ഇവിടെ താമസിക്കുന്നത്. പുള്ളി അസിസ്റ്റന്റ് കമ്മീഷണറാണ് GST എറണാകുളത്തുള്ള ജാർഖണ്ഡുകാരനാണ്. അപ്പോൾ ഇവിടെ ലോക്കൽ ആയിട്ടുള്ള നമ്മളുമായിട്ട് ആരുമായിട്ടും മിംഗ്ലിങ്ങിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ മരത്തിന്റെ കൊമ്പൊടിഞ്ഞ് KCBയുടെ അന്ന് കയറി ഒന്ന് പരിചയപ്പെട്ടപ്പോഴാണ് പുള്ളി അഡീഷണൽ കമ്മീഷണറാണെന്ന് അറിഞ്ഞതും. ഉത്തരേന്ത്യൻ സംസ്ഥാനത്തു നിന്നുള്ള കസ്റ്റംസിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്റെയും കുടുംബത്തിന്റെയും മരണത്തിലെ ദുരൂഹതകൾ ഇപ്പോഴും ഇവിടെ നിഴൽപടർത്തി നിൽക്കുകയാണ്. ഏതായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള കൂടുതൽ അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. ഒരു IRS ഉദ്യോഗസ്ഥന്റെ മരണമാണ് ഉണ്ടായിരിക്കുന്നത്. ദുരൂഹമായ സാഹചര്യമാണുള്ളത്. കൊച്ചി കാക്കനാട് TV സെന്ററിൽ കസ്റ്റംസ് ക്വാർട്ടേഴ്സിലാണ്
കൂട്ട ആത്മഹത്യ ഉണ്ടായിരിക്കുന്നത്. ഒരു സഹോദരിയും സഹോദരനും മരണപ്പെട്ടു എന്ന വാർത്ത വരുന്നുണ്ട്. ഇത് കൂട്ട ആത്മഹത്യയാണോ എന്ന് പ്രാഥമികമായി പോലീസിന് സംശയമുണ്ട്. എന്നാൽ സഹോദരിയും കൂടാതെ ഒരു അമ്മയെ കൂടി കാണാനുണ്ട്. അമ്മയ്ക്ക് വേണ്ടി തിരച്ചിൽ ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്.